2025 ഓഗസ്റ്റ് 21 വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണിയാവും. ആ സമയത്ത് അടൂരിൽ നിന്ന് റാന്നിലേക്ക് പോകുന്ന ആ റോഡിൽ വണ്ണമുട്ട ഈസ്റ്റിൽ ഒരു സ്കൂട്ടറിൽ ഒരു കാർ ഒന്ന് തട്ടി. തൽഫലമായി ആ സ്കൂട്ടർ ഓടിച്ചിരുന്ന പെൺകുട്ടി സ്കൂട്ടറോടുകൂടി റോഡിലേക്ക് വീണു. സ്കൂട്ടർ റോഡിൽ വീണ കണ്ടിട്ടും ഇടിച്ച വ്യക്തി കാർ നിർത്താതെ അങ്ങ് പോയി. മറുഭാഗത്തുണ്ടായിരുന്ന ആളുകൾ കുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോഴാണ് തൊട്ടു പുറകെ വന്ന കാറ് ആ സ്കൂട്ടറിന്റെ അടുത്ത് നിർത്തിയത്. കാർ നിർത്തിയ വ്യക്തി ആ പെൺകുട്ടിയുടെ അടുത്ത് ഓടിയെത്തുമ്പോൾ ആളുകൾ ആ കുട്ടിയെ പിടിച്ചെണീപ്പിക്കുകയാണ്. ആ കുട്ടിയെ ഉടൻ തന്റെ പുറത്തോട്ട് ചേർത്ത് നിർത്തിയ ആ കാർ ഡ്രൈവർ നാട്ടുകാരോട് പറഞ്ഞു, ഇത് എന്റെ വൈഫാണ്, ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ആ വ്യക്തി പറഞ്ഞതും ആളുകളെല്ലാം കൂടി അവളെ ആ കാറിന്റെ ബാക്കിലത്തെ സീറ്റിലോട്ട് കൊണ്ടുവന്ന് കിടത്തി. ആ കാർ അതിവേഗം ഹോസ്പിറ്റലിലേക്ക് നീങ്ങി. ഈ വിവരം സ്വാഭാവികമായിട്ടും ആ നിമിഷം തന്നെ ട്രാഫിക് പോലീസ് അറിഞ്ഞു. അവര് റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാറിന് പുറകെ പോലീസും ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പോലീസ് എത്തുമ്പോൾ അവർക്ക് അടിയന്തര ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി അവിടെ എത്തിച്ച രഞ്ജിത്ത് രാജൻ എന്ന ചെറുപ്പക്കാരൻ ആ സമയത്ത് അവിടെ ആ വാർഡിന്റെ പുറത്തുണ്ട്. ആ ചെറുപ്പക്കാരനാണ് പോലീസിനോട് ആ ആക്സിഡന്റിന്റെ സംഭവങ്ങളൊക്കെ വ്യക്തമായി അറിയിക്കുന്നത്. അയാൾ യഥാർത്ഥത്തിൽ ആ സ്കൂട്ടർ പുറകെ വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആ ആക്സിഡന്റ് കൃത്യമായി കണ്ടിട്ടുണ്ട്. ആ വാഹനത്തിന്റെ നിറവും ആ ചെറുപ്പക്കാരൻ അറിയാം. അയാൾ അക്കാര്യവും പോലീസിനോട് പറഞ്ഞു. പോലീസ് എന്തായാലും ആ ആക്സിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ അവിടെ ആ ഹോസ്പിറ്റലിലെത്തി. പെൺകുട്ടിയുടെ ബന്ധുക്കളെത്തിയതും ആ ചെറുപ്പക്കാരൻ അവരോട് കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പോലീസ് പക്ഷേ ആ വിഷയം വിട്ടില്ല. അവര് ഈ ആക്സിഡന്റിൽ ബന്ധപ്പെട്ട വാഹനത്തെ കണ്ടെത്താനുള്ള ഒരു വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ CCTV വിഷ്വലുകളിൽ നിന്ന് അവർക്ക് ആ വാഹനം കിട്ടി. സ്വാഭാവികമായിട്ടും വാഹനം ഓടിച്ചിരുന്ന ആളെയും അവർക്ക് കണ്ടെത്താൻ പറ്റി. അവന്റെ പേര് അജാസ് എന്നാണ്. ഒരു 19 വയസ്സുകാരനാണ്. അവനെ ചോദ്യം ചെയ്തപ്പോൾ അബദ്ധത്തിൽ സ്കൂട്ടർ തട്ടിയതാണെന്നും നിർത്തിയാൽ ആളുകൾ കൈകാര്യം ചെയ്യുന്നു വിചാരിച്ചിട്ട് അവൻ ഓടിച്ചു പോയതാണെന്നും പറഞ്ഞു. അവൻ വളരെ നോർമലായിട്ടാണ് സംസാരിക്കുന്നെങ്കിലും പോലീസിന് അതത്ര നോർമലായി തോന്നാത്തതുകൊണ്ട് അവര് ആ അജാസിന്റെ മൊബൈൽ നമ്പർ ബേസ് ചെയ്ത് ഒരു അന്വേഷണം ആരംഭിച്ചു. അവന്റെ കോൾ ഹിസ്റ്ററി നോക്കിയപ്പോൾ ആ ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവനൊരു കോള് വിളിച്ചിട്ടുണ്ട്. ആ കോള് വിളിച്ച ആളുടെ പേര് പോലീസ് നോട്ട് ചെയ്തു. ആ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആ പെൺകുട്ടിയെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച രഞ്ജിത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ അപകടം പ്ലാൻ ചെയ്യുന്നുള്ള കാര്യമാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ബോധ്യമായത്. നോക്കണേ, ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഓരോരുത്തരും ഉണ്ടാക്കുന്ന പുകലുകൾ. ഇപ്പോൾ അവന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് വധശ്രമത്തിനുള്ള ഒരു കേസാണ്. അതിന്റെ പേരിൽ അവൻ അറസ്റ്റിലായി ജയിലിലായിരിക്കുകയാണ്. എന്തായാലും കൊള്ളാല്ലേ?